ഹായ് ഫ്രണ്ട്സ്, നിഷാദ് പടിഞ്ഞാറ്റുമുറയാണ്. ദേശീയപാത 66 വികസന പ്രവർത്തനങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. കുറച്ച് ദിവസങ്ങളായിട്ട് പ്രവാസ ലോകത്ത് നിന്നും നല്ല വാർത്തകളല്ല കേൾക്കുന്നത്. യുദ്ധത്തിന്റെ ഒരു ഭീതിയിലാണ് എല്ലാ പ്രവാസികളും. എല്ലാവരും സേഫായിട്ടിരിക്കുക. പിന്നെ നാട്ടിലുള്ള ആളുകളും പ്രവാസ ലോകത്തുള്ള ആളുകളായിട്ട് പരമാവധി ബന്ധപ്പെടാൻ ശ്രമിക്കുക. മാക്സിമം എല്ലാ ദിവസവും ഒന്ന് ഫോൺ കോൾ ചെയ്യുക, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക. അതുപോലെ തന്നെ പ്രവാസ ലോകത്തുള്ള ആളുകളും നാട്ടിലേക്ക് എല്ലാ ദിവസവും ബന്ധപ്പെടുക. അതുപോലെ തന്നെ നിരന്തരം മെസ്സേജുകൾ അയച്ചുകൊണ്ടിരിക്കണം. എന്നാലേ അവർക്കൊരു മനസ്സിന് സമാധാനം ഉണ്ടാവുള്ളൂ. കാരണം അത്രയും ഓരോ ന്യൂസുകൾ കേൾക്കുമ്പോൾ വളരെയധികം സങ്കടമാണ് വരുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഇനി വീഡിയോയിൽ കിടക്കാം. അപ്പോൾ നമ്മളിന്ന് കാണാൻ പോകുന്നത് തൃശ്ശൂർ ജില്ലയിലെ 2 ബൈപ്പാസുകളാണ്. ഒന്ന് ചന്ദ്രാപ്പിന്നി ബൈപ്പാസും അതുപോലെ തന്നെ മൂന്നുപീടിക ബൈപ്പാസും. അപ്പോൾ കഴിഞ്ഞ തൃപ്രയാർ വലപ്പാട് ബൈപ്പാസ് വീഡിയോ നമ്മൾ അവസാനിപ്പിച്ചത് മുരിയാന്തോട് ഭാഗത്താണ്. മുരിയാന്തോട് ഭാഗത്താണ് എറണാകുളം ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾക്കുള്ള ട്രക്ക് ലേബേ ഉള്ളത്. അപ്പോൾ ചന്ദ്രാപ്പിന്നി ബൈപ്പാസ് തുടങ്ങുന്ന എവിടെ നിന്ന് വെച്ചാൽ എടമുട്ടം ഭാഗത്തു നിന്നാണ്. കഴിഞ്ഞ വീഡിയോയിൽ തന്നെ പലരും ചോദിച്ചിരുന്നു എടമുട്ടം ഭാഗത്ത് എന്തെങ്കിലും അപ്ഡേറ്റ്സ് ഉണ്ടോന്ന്. എടമുട്ടം ഭാഗത്ത് ഒരു അണ്ടർപാസ് വരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് കേട്ടിരുന്നു. പക്ഷേ അതിനോടനുബന്ധിച്ചുള്ള കാര്യമായിട്ട് ഒരു പ്രവർത്തനങ്ങളും ഇവിടെ നിലവിൽ ആരംഭിച്ചിട്ടില്ല. ഇവിടെ എടമുട്ടം ജംഗ്ഷനിൽ പണികളൊന്നും നടക്കാതെ കുറച്ച് ഭാഗം ഇങ്ങനെ ഗ്യാപ്പാക്കി വിട്ടിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മുടെ ചന്ദ്രാപ്പിന്നി ബൈപ്പാസ് തുടങ്ങുന്നതും. ദേശീയപാത 66 വികസനം ഈ ഭാഗത്ത് നടക്കുന്ന അന്ന് മുതൽ ജനങ്ങൾ പറഞ്ഞു തുടങ്ങുന്ന ഒരു കാര്യമാണ് ഇവിടെ ഒരു അണ്ടർപാസ് വേണമെന്ന്. കാരണം അങ്ങനത്തെ ഒരു ജംഗ്ഷനാണ്. അതുപോലെ തന്നെ ഇവിടെ സ്കൂളുകളൊക്കെ ഉണ്ട്. അപ്പോൾ 2 ഭാഗത്തുമുള്ള ജനങ്ങൾക്ക് കടന്നു പോകാനുള്ള ബുദ്ധിമുട്ടൊക്കെ ഇതിന് മുൻപ് തന്നെ ഇവർ ചൂണ്ടിക്കാണിച്ചിരുന്നു. എന്തായാലും കാത്തിരുന്ന് കാണാം, എന്തെങ്കിലും ഒരു മാറ്റം ഇവിടെ സംഭവിക്കാതിരിക്കില്ല. അങ്ങനത്തെ ഒരു പ്രതീക്ഷയിൽ നമുക്കിരിക്കാം. അപ്പോൾ ഇതാണ് എടമുട്ടം ജംഗ്ഷൻ. കാരണം ഇത് കുറച്ച് ഭാഗത്ത് മാത്രമേ പണികളൊന്നും നടക്കാതെ ഇട്ടിട്ടുണ്ട്. പിന്നീട് 2 ഭാഗത്തും വർക്കുകൾ നടന്നിട്ടുണ്ട്. ഇവിടുന്ന് അങ്ങോട്ട് നേരെ നമ്മൾ തൃപ്രയാർ ഭാഗത്തേക്ക് പോകുമ്പോൾ പൂർണ്ണമായിട്ട് 6 വരിപ്പാതയുടെ രീതിയിലെ ടാറിങ്ങും 2 ഭാഗത്തുള്ള സർവീസ് റോഡിന്റെ വർക്കുകളും കഴിഞ്ഞിരിക്കുന്നു. പിന്നെ അതുപോലെ തന്നെ എടമുട്ടം ജംഗ്ഷൻ കഴിഞ്ഞിട്ട് ചന്ദ്രാപ്പിന്നി ഭാഗത്തേക്ക് പോകുമ്പോൾ പാലപ്പെട്ടി ഭാഗത്താണ് ഒരു അണ്ടർപാസ് വന്നിരിക്കുന്നത്. അവിടെ വരെയുള്ള അപ്രോച്ച് റോഡിന്റെ വർക്കുകളും ഏകദേശം പൂർത്തീകരിച്ചിട്ടുണ്ട്. കുറച്ച് ഭാഗത്ത് മാത്രമേ ഈ വർക്ക് നടക്കാനുള്ളൂ. എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പാലപ്പെട്ടി അണ്ടർപാസ് വരുന്ന സ്ഥലം മാത്രം. പല സ്ഥലങ്ങളിലായിട്ട് ദിശാ ബോർഡുകൾ സ്ഥാപിച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ വരുന്ന സമയത്ത് ചന്ദ്രാപ്പിന്നി ഭാഗത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ എടമുട്ടം എത്തുന്നതിന് മുൻപ് ലെഫ്റ്റ് എടുത്തിട്ട് ഈ അണ്ടർപാസ് വഴി റൈറ്റ് സൈഡിലേക്ക് പോയി കഴിഞ്ഞാലാണ് നിങ്ങൾ ചന്ദ്രാപ്പിന്നി ഭാഗത്തേക്ക് എത്തുക കേട്ടോ. കണ്ട് ഈ ഭാഗത്താണ് കാര്യമായിട്ട് വർക്ക് നടക്കുന്നത്. ഇവിടെയൊക്കെ ഫ്രിക്ഷൻ സ്ലാബിന്റെ വർക്ക് നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ അണ്ടർപാസിന്റെ പണികൾ പൂർണ്ണമായി കഴിഞ്ഞിട്ടുണ്ട്. മറുഭാഗത്തുള്ള അപ്രോച്ച് റോഡിന്റെ വർക്കും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. 2 ഭാഗത്തുമുള്ള ക്രാഷ് ബാരറും അതുപോലെ തന്നെ 2 ഭാഗത്തും സർവീസ് റോഡ് ഉണ്ട് ഈ ചന്ദ്രാപ്പിന്നി ബൈപ്പാസിന്. ഈ ചന്ദ്രാപ്പിന്നി ബൈപ്പാസിന്റെ പണികൾ തൃപ്രയാർ വലപ്പാട് ബൈപ്പാസിന് മുമ്പ് തന്നെ കുറേ ഭാഗത്ത് പൂർണ്ണമായിട്ട് ടാറിങ് കഴിഞ്ഞിരുന്നു. പക്ഷെ ഇവർ അത് പൂർണ്ണമായിട്ട് ഗതാഗതത്തിന് വേണ്ടി തുറന്നു കൊടുത്തിട്ടില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ പല സ്ഥലത്തേക്കുമുള്ള ദേശീയപാത 66 നിർമ്മാണത്തിന് വേണ്ടിയുള്ള സാധനങ്ങളൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ബോർഡുകളും അതുപോലെ തന്നെ ക്രാഷ് ബാരറൊക്കെ നിർമ്മിച്ചിരുന്ന സ്ഥലം ഇവിടെയാണ്. എന്നാലും ഈ ഭാഗത്തുള്ള വലിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ചെറിയ ബൈപ്പാസ് ആണെങ്കിലും 2 ഭാഗത്തും സർവീസ് റോഡുകളുണ്ട്. അതന്നെ ഏറ്റവും വലിയൊരു കാര്യം തന്നെയാണ്. ഈ ഭാഗത്തായിരുന്നു ഇവരുടെ യാർഡ് ഉണ്ടായിരുന്നു കേട്ടോ. അന്നൊക്കെ ഇവിടെ നല്ല രീതിയിൽ തന്നെ വർക്കുകൾ കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. പിന്നെ അതുപോലെ തന്നെ മഴ പെയ്യുന്ന സമയത്തൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഈ ഭാഗത്ത് വെള്ളക്കെട്ടുണ്ട്. ഇതൊക്കെ മണ്ണിട്ട് പൊന്തിച്ച പ്രദേശമാണ്. പിന്നെ ഈ ചന്ദ്രാപ്പിന്നി ബൈപ്പാസ് നമ്മളെ എടമുട്ടത്ത് നിന്ന് തുടങ്ങിയിട്ട് പിന്നീട് അവസാനിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കൊപ്രാക്കളം ഭാഗത്താണ് അവസാനിക്കുന്നത്. അണ്ടർപാസുകളുടെ 2 ഭാഗത്തായിട്ടും എൻട്രിയും എക്സിറ്റും ഉണ്ടായിരിക്കുന്നതാണ്. അതിന്റെ ഗ്യാപ്പുകളൊക്കെ വിട്ടു തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെയൊക്കെ സർവീസ് റോഡ് പണികൾ പൂർണ്ണമായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. 2 ഭാഗത്തും ഡ്രൈനേജ് ഉണ്ട്. അതുപോലെ തന്നെ സൈഡിലൊക്കെ ആയിട്ട് ഇന്റർലോക്കിന്റെ വർക്കുകളും പല സ്ഥലത്തും ആരംഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഇടത് ഭാഗത്ത് SN വിദ്യാഭവൻ സ്കൂളൊക്കെ ഉണ്ട്. അതിന്റെ അങ്ങോട്ട് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് FOB ഒന്നുമില്ല. അവർക്ക് ഈ അണ്ടർപാസുകൾ മാത്രമേ ആശ്രയമുള്ളൂ. എന്തായാലും അണ്ടർപാസിന്റെ പണികൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെയാണ് സ്കൂൾ ജംഗ്ഷൻ വന്നിരിക്കുന്നത് കേട്ടോ. ഇവിടെ അണ്ടർപാസിന്റെ പണി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതിന്റെ മറുഭാഗത്ത് അപ്രോച്ച് റോഡിന്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട്. ഈ അപ്രോച്ച് റോഡ് അവസാനിക്കുന്ന സ്ഥലമാണ് കൊപ്രാക്കളം. ഈ കൊപ്രാക്കളം ഭാഗത്ത് ഒരു FOB വരുന്നുണ്ട്. ദേശീയപാത 66 വികസനത്തിൽ KNRCയിലും അതുപോലെ തന്നെ ഊരാളുങ്കലും KMCന്റെയും വർക്കുകളൊക്കെ അതിവേഗം പുരോഗമിക്കുന്ന സമയത്തും നമ്മുടെ ശിവാലയന്റെ വർക്ക് വളരെ സ്ലോ ആയിരുന്നു. പക്ഷെ ഇപ്പോൾ നല്ല രീതിയിൽ തന്നെ പല ഭാഗത്തും പൂർണ്ണമായിട്ട് ടാറിങ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതാണ് കൊപ്രാക്കളം. ഈ ഭാഗത്തായിട്ടാണ് FOB വരാനുള്ളത്. അതുപോലെ തന്നെ ഇവിടെ നിന്നൊക്കെ ഒരു ഭാഗത്ത് പൂർണ്ണമായിട്ട് ലൈൻ മാർക്കിംഗ് കഴിഞ്ഞിരിക്കുന്നു. എന്തായാലും ഇവിടെയൊക്കെ എക്സിറ്റും എൻട്രി ഉണ്ടായിരിക്കും. പിന്നെ വർക്കുകൾ കംപ്ലീറ്റ് ആയി മാത്രമേ നമുക്ക് വ്യക്തമായിട്ട് ഇതിനെക്കുറിച്ചൊരു ധാരണയിൽ പറയാൻ സാധിക്കുകയുള്ളൂ. ഇനി അടുത്തത് കാളമുറി കേട്ടോ. കാളമുറി ഭാഗത്ത് ഒരു അണ്ടർപാസ് ഉണ്ട്. പക്ഷെ ഇപ്പൊ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് ഡ്രോൺ ആയിട്ട് ഫ്ലൈ ചെയ്യുന്ന സമയത്ത് സൂര്യൻ ഓപ്പോസിറ്റ് ആയതുകൊണ്ട് വലിയൊരു ക്ലിയർ കിട്ടുന്നില്ല. അതുകൊണ്ട് നമ്മൾ മൂന്നുപീടിക പെരിഞ്ഞനം ബൈപ്പാസ് എടുക്കാൻ വേണ്ടി നേരെ പോകുന്ന എങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ കൊറ്റംകുളം ഭാഗത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പുരിബസാർ ഭാഗത്തേക്കാണ് ഇനി പോകുന്നത്. ഏകദേശം 3 മാസങ്ങൾക്ക് മുൻപാണ് നമ്മൾ ഈ ഭാഗത്ത് വന്നിരുന്നത് കേട്ടോ. അന്നൊക്കെ ഏകദേശം വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്ന പല സ്ഥലത്തും ടാറിങ്ങിന്റെ വർക്ക് അന്ന് നടന്നിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ ചന്ദ്രാപ്പിന്നി ബൈപ്പാസിന്റെ പാലപ്പെട്ടി ഭാഗത്തുള്ള അപ്രോച്ച് റോഡിന്റെ വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. എന്തായാലും വർക്കുകളൊക്കെ ഇപ്പം നിലവിൽ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി കുറച്ച് ഭാഗത്ത് വർക്കുകൾ മാത്രമേ ഉള്ളൂ. പിന്നീട് ലൈൻ മാർക്കിംഗ് ആരംഭിക്കുന്നതാണ്.
ഏതായാലും തൃശ്ശൂർ ജില്ലയിലെ ടോട്ടലായിട്ട് 7 ബൈപ്പാസുകളാണ് ഉള്ളത്. അതിൽ 6ഉം പുതിയ ബൈപ്പാസ് ആണ്. ഒരു ബൈപ്പാസ് മാത്രമേ ഉള്ളൂ നിലവിൽ ഉള്ള ബൈപ്പാസ് വീതി കൂട്ടി വരുന്നത്, അതാണ് കൊടുങ്ങല്ലൂർ ബൈപ്പാസ്. ഇപ്പൊ നമ്മൾ എത്തി നിൽക്കുന്നത് കൊറ്റംകുളം ഭാഗത്താണ്. ഇവിടെ നേരെ പോയി കഴിഞ്ഞാലാണ് പുരിബസാറിനാണ് പിന്നീട് നമ്മുടെ മതിലകം ബൈപ്പാസ് തുടങ്ങുന്നതും. അപ്പൊ ഇവിടെയൊക്കെ സൈൻ ബോർഡുകൾ സ്ഥാപിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇവിടെയൊക്കെ 2 ഭാഗത്തുമുള്ള സർവീസ് റോഡിന്റെ പണി കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഡിവൈഡറിന്റെ വർക്ക് കഴിഞ്ഞിരിക്കുന്നു, ക്രാഷ് ബാറിന്റെ വർക്ക് നടക്കാനുണ്ട്. അതുപോലെ തന്നെ ഇവിടെയൊക്കെ എൻട്രിയും എക്സിറ്റും വരുന്നതാണ്. ഇവിടെ സൈൻ ബോർഡ് സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടുന്ന് എന്ന് വെച്ചാൽ കൊറ്റംകുളം ഭാഗത്ത് നേരെ കൊച്ചിയിലേക്ക് വെറും 55 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ 55 കിലോമീറ്റർ നമ്മൾ ഏകദേശം 100 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുകയാണെങ്കിൽ ഏകദേശം ഒരു അരമുക്കാൽ മണിക്കൂർ കൊണ്ട് നമുക്ക് എടപ്പള്ളി ഭാഗത്തേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നതാണ്. അപ്പൊ ഇനി നമ്മൾ മൂന്നുപീടിക ബൈപ്പാസിലേക്ക് കയറാൻ പോട്ടെ. അപ്പൊ ഇവിടെ തന്നെ ഒരു ബോർഡ് സ്ഥാപിച്ചാൽ മൂന്നുപീടിക പോകണമെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് എക്സിറ്റ് എടുക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്നുപീടിക കൊറ്റംകുളം ഭാഗത്ത് ഒരു അണ്ടർപാസ് ഉണ്ട്. അണ്ടർപാസ് എത്തുന്നതിന് മുൻപായിട്ട് എക്സിറ്റ് എടുത്ത് അണ്ടർപാസ് വഴി കറങ്ങിയിട്ട് വേണം നിങ്ങൾ നേരെ മൂന്നുപീടിക ഭാഗത്തേക്ക്, എന്ന് വെച്ചാൽ വലത് ഭാഗത്തേക്ക് പോകാം. മൂന്നുപീടിക പെരുന്നരം വലത് ഭാഗത്താണ്. നേരെ പോയി കഴിഞ്ഞാൽ വാടാനപ്പള്ളി. അപ്പൊ ഇതാണ് കൊറ്റംകുളം എന്ന് പറഞ്ഞ ഭാഗം കേട്ടോ. ഈ കൊറ്റംകുളം ഭാഗത്ത് ഒരു കുളം ഉണ്ടായിരുന്നു. ആ കുളം നിലനിർത്തിയിട്ടാണ് ദേശീയപാത 66 വികസനം നടത്തിയത്. കാരണം ആ കുളം മണ്ണിട്ട് ഇപ്പൊ താൽക്കാലികമായി മൂടിയിരിക്കുകയാണ്. അതിന്റെ മുകൾ ഭാഗത്ത് ഒരു പാലം നിർമ്മിച്ചിരിക്കുകയാണ്. അപ്പൊ എന്തായി, ആ കുളം അവിടെ നിലനിൽക്കുക ചെയ്യും. അപ്പൊ മൂന്നുപീടിക ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് നേരെ 6 വരിപ്പാതയിൽ കയറാൻ വേണ്ടിയിട്ട് ഇവിടെ എൻട്രി ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ മാതിരി നമ്മൾ ഇവിടുന്ന് കൊടുങ്ങല്ലൂർ ഭാഗത്ത് നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് മൂന്നുപീടിക ഭാഗത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇവിടെ എക്സിറ്റ് എടുത്തിട്ട് നേരെ പോയിട്ട് നമ്മളെ ഈ ഭാഗത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ പെരിഞ്ഞനം വന്ന ഒരു അണ്ടർപാസ് ഉണ്ട്. അണ്ടർപാസിന്റെ അടിഭാഗത്തു കൂടെ കടന്ന് മറുഭാഗം കടന്ന് നേരെ നിങ്ങൾക്ക് മൂന്നുപീടിക പെരിഞ്ഞനം ഭാഗത്ത് പോകാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇവിടെയാണ് കുളം ഉണ്ടായിരുന്നത്. അപ്പോൾ കുളം താൽക്കാലികമായി മണ്ണിട്ട് മൂടിയിരിക്കണം. അതിന്റെ മുകൾ ഭാഗത്ത് പാലത്തിന്റെ പണി കഴിഞ്ഞിരിക്കണം. ഇതിന്റെ അപ്രോച്ച് റോഡിന്റെ വർക്ക് നടക്കാനുള്ള പണികൾ പൂർത്തിയായി കഴിഞ്ഞാൽ ഈ മണ്ണൊക്കെ പൂർണ്ണമായിട്ട് ഇവിടെ നിന്നെടുത്ത് മാറ്റും കേട്ടോ. നിങ്ങൾക്കറിയാലോ, കേരളത്തിലെ ദേശീയപാത 66 വികസനം വന്ന സമയത്ത് പഴയ റോഡുകളുടെ സൈഡിലൊക്കെ ഉണ്ടായിരുന്ന വലിയ വലിയ മരങ്ങളുണ്ടായിരുന്നു. നല്ല തണലേക മരങ്ങളായിരുന്നു. അതൊക്കെ പൂർണ്ണമായിട്ട് വെട്ടി മാറ്റിയിട്ടാണ് 6 വരിപ്പാതയുടെ വീതിയിൽ റോഡുകൾ നിർമ്മിച്ചിരുന്നത്. അതുപോലെ തന്നെ ചെറിയ ചെറിയ തോടുകളും അതുപോലെ തന്നെ അരുവികളൊക്കെ ക്രോസ് ചെയ്ത് പോയിരുന്നു. അതൊക്കെ മണ്ണിട്ടിട്ടും അതുപോലെ തന്നെ കൾവേട്ടുകളൊക്കെ നിർമ്മിച്ചാണ് ചെയ്തിരിക്കുന്നത്. ഇവിടുന്ന് വലതു ഭാഗത്ത് കാണുന്ന റോഡാണ് നേരെ പെരിഞ്ഞനം മൂന്നുപീടിക ഭാഗത്തേക്ക് പോകുന്നത് കേട്ടോ. അതുപോലെ തന്നെ ഇതിനു മുൻപ് ദേശീയപാത 66 വികസനത്തിൽ നമ്മൾ തൃശ്ശൂർ ബൈപ്പാസിനെ കുറിച്ച് പറഞ്ഞ സമയത്ത് എപ്പോഴും പറഞ്ഞൊരു കാര്യമാണ്, മൂന്നുപീടിക പെരിഞ്ഞനം ബൈപ്പാസിന്റെ പണികൾ വളരെയധികം സ്ലോ ആണ് എന്നുള്ളത്. ശരിക്കും പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ മണ്ണ് ആവശ്യം വന്ന ഒരു ബൈപ്പാസ് മൂന്നുപീടിക പെരിഞ്ഞനം ബൈപ്പാസ് ആണ്. പിന്നെ തൃശ്ശൂർ റീച്ചിലെ അധിക ബൈപ്പാസുകളും ഒഴിഞ്ഞ സ്ഥലങ്ങൾ കൂടെയാണ് കടന്നു പോകുന്നത്. അവിടെയൊക്കെ മണ്ണിട്ട് ഉയർത്തിയിട്ടാണ് 6 വരിപ്പാത നിർമ്മിക്കുന്നു. അതുപോലെ തന്നെ ബൈപ്പാസിന്റെ നിർമ്മാണം പൂർത്തീകരിക്കുന്നു. അതിൻ്റെതായ കുറേ പ്രശ്നങ്ങളുണ്ട്. കാരണം ഇവർക്ക് ഇതിനു മുൻപ് മണ്ണ് കിട്ടാൻ വളരെയധികം ബുദ്ധിമുട്ടായിരുന്നു. പിന്നീടാണ് ഡ്രഡ്ജിങ് ആരംഭിച്ചത്. ഡ്രഡ്ജിങ് ആരംഭിച്ച ശേഷമാണ് വീണ്ടും തൃശ്ശൂർ റീച്ചിൽ പണികൾ അതിവേഗം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പെരിഞ്ഞനം അണ്ടർപാസ് കഴിഞ്ഞ് നേരെ മുന്നോട്ട് വരുന്ന സമയത്ത് ഇപ്പം ഞാൻ പെരിഞ്ഞനം നേരെ പോകാൻ പറ്റാത്തതുകൊണ്ട് പെരിഞ്ഞനം ടൗണിൽ നിന്നാണ് പെരിഞ്ഞനം ബീച്ച് റോഡ് ഉണ്ട്, ആ ബീച്ച് റോഡിൽ വന്നത്. അപ്പോൾ ഇവിടെ ഒരു അണ്ടർപാസിന്റെ പണി പൂർത്തീകരിച്ചിട്ടുണ്ട്. 2 ഭാഗത്തുമുള്ള അപ്രോച്ച് റോഡിന്റെ വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അധിക സ്ഥലത്തും ഡ്രഡ്ജ് ചെയ്ത മണ്ണും അതുപോലെ തന്നെ ചെമ്മണ്ണും കൂടി കൂട്ടി കലർത്തിയിട്ടാണ് വർക്ക് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ ആറി പാനലിന്റെ വർക്ക് നടക്കുന്നുണ്ട്. ഈ ആറി പാനലിന്റെ വർക്ക് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ, ഇതിൽ മണ്ണ് തള്ളി വരാൻ ഒരു സാധ്യതയില്ല. കാരണം ഇതിന്റെ ഉൾഭാഗത്ത് പൂർണ്ണമായിട്ട് ആ പാനലിനോട് ചേർന്നിട്ട് തന്നെ ജിയോ കോമ്പോസിറ്റ് ഷീറ്റ് വെക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ ഉള്ളിലാണ് ഈ മണ്ണ് നിറയ്ക്കുന്നത്. ഇതിനു മുൻപ് ഞാനൊരു വീഡിയോ കണ്ടിരുന്നു, ചില സ്ഥലത്ത് ഇതേമാതിരി മണ്ണ് തള്ളി പോകുന്നു എന്നുള്ളത്. കാരണം അതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ പോകുന്നു എന്നുള്ളത് എന്തുകൊണ്ടാണ് നമുക്കറിയില്ല. പല സ്ഥലത്തും ഇവർ ഇതേമാതിരി പൂർണ്ണമായിട്ട് ജിയോ ഷീറ്റുകൾ എന്ന് വെച്ചാൽ ജിയോ കോമ്പോസിറ്റ് ഷീറ്റ് വിരിക്കുന്നുണ്ട്. കാരണം നമ്മൾ ശരിക്കും ഒരു കവറിൻ്റെ ഉള്ളിൽ മണ്ണിട്ട് പിടിച്ചാൽ എങ്ങനെയായിരിക്കും അതേമാതിരിയാണ് ഈ ജിയോ കോമ്പോസിറ്റ് ഷീറ്റ് വിരിച്ചിട്ട് ഇതിനുള്ളിൽ മണ്ണ് നിറയ്ക്കുമ്പോൾ ഉണ്ടാവുക. ഈ പ്രദേശങ്ങളൊക്കെ എങ്ങനെയായിരുന്നു ഇതിന് മുൻപ് ഉണ്ടായിരുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് നേരെ എൻ്റെ യൂട്യൂബ് ചാനൽ അല്ലെങ്കിൽ ഫേസ്ബുക്ക് പേജിൽ പോവുക. യൂട്യൂബ് ചാനലിൽ പ്ലേലിസ്റ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ഓരോ സെപ്പറേറ്റ് ആയിട്ട് ഞാൻ പ്ലേലിസ്റ്റ് ആക്കിയിട്ടുണ്ട്. മൂന്നുപീടിക പെരിഞ്ഞനം ബൈപ്പാസിൻ്റെ ഒരു പ്ലേലിസ്റ്റ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ചന്ദ്രപ്പിനി ബൈപ്പാസിൻ്റെ പ്ലേലിസ്റ്റ് ഉണ്ട്. 2022 മുതലുള്ള വർക്ക് നിങ്ങൾക്ക് അതിൽ പോയി കഴിഞ്ഞാൽ കാണാൻ സാധിക്കുന്നതാണ്. കണ്ട് ഈ പ്രദേശമൊക്കെ നിങ്ങൾ ഇതിന് മുൻപ് കണ്ട് അന്തപ്പെട്ടും. കാരണം വെച്ചാൽ ഇവിടെ പൂർണ്ണമായിട്ട് ചെളിക്കട്ട് തന്നെയായിരുന്നു. കാരണം അങ്ങനെയാണ് ഇവിടെ വർക്ക് നടന്നിരിക്കുന്നത്. അപ്പോൾ നോക്കിയാൽ നിങ്ങൾ ഇവിടെയൊക്കെ ഫുള്ളായിട്ട് മണ്ണിട്ട് പൊന്തിച്ചിരിക്കില്ല. അപ്പം നമ്മൾ നേരത്തെ കണ്ട പെരിഞ്ഞനം ബീച്ച് റോഡിലേക്ക് പോകുന്ന അണ്ടർപാസ് മുതൽ പിന്നീട് പൂർണ്ണമായിട്ട് മണ്ണിട്ട് ഉയർത്തിയിരിക്കുകയാണ്. ഇതാണ് മൂന്നുപീടികയിൽ നിന്നും ബീച്ചിലേക്ക് പോകുന്ന റോഡ്. അവിടെ ഒരു അണ്ടർപാസ് ഉണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ പൂർണ്ണമായിട്ട് ഏകദേശം 75% മൂന്നുപീടിക പെരിഞ്ഞനം ബൈപ്പാസിൽ മണ്ണിട്ട് ഉയർത്തിയിട്ടാണ് ഈ റോഡ് കടന്നു പോകുന്നത്. ചന്ദ്രപ്പിനി ബൈപ്പാസിൽ പറഞ്ഞ മാതിരി തന്നെ 2 ഭാഗത്തും ഈ ബൈപ്പാസും സർവീസ് റോഡ് പൂർണ്ണമായിട്ടുണ്ട്. ഇപ്പൊ തന്നെ നിങ്ങൾക്കറിയില്ല, കുറച്ച് ദിവസങ്ങളായിട്ട് നമുക്ക് നല്ല ശക്തമായ വേനൽമഴ ലഭിക്കുന്നുണ്ട്. അത് പല സ്ഥലത്തും ദേശീയപാത 66 നിർമ്മാണത്തിന് ബാധിച്ചിട്ടുണ്ട്. കാരണം ഇതുപോലെ മണ്ണിട്ട് ഉയർത്തിയ പ്രദേശങ്ങളിൽ ഇവർ സോയിൽ
സബ്ഗ്രേഡ് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പാക്ട് ചെയ്ത് വരുന്ന സമയത്ത് മഴ പെയ്ത് കഴിഞ്ഞാൽ വീണ്ടും അത് പ്രശ്നമാവുകയാണ്. എന്തായാലും ഇപ്പൊ നല്ല രീതിയിൽ തന്നെ അവിടെ വെയിലുണ്ട്. വെയിലുള്ളതുകൊണ്ട് നല്ല വേഗതയിൽ തന്നെ പല ഭാഗങ്ങളും വർക്ക് ഇപ്പൊ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ പെരിഞ്ഞനം ഭാഗത്തു നിന്ന് തുടങ്ങുന്ന നമ്മുടെ മൂന്നുപടിക പെരിഞ്ഞനം ബൈപ്പാസ് വന്ന് അവസാനിക്കുന്നത് വഴിയമ്പലം ഭാഗത്താണ്. ഈ വഴിയമ്പലം ഭാഗത്തും ഒരു അണ്ടർപാസ് ഉണ്ട് കേട്ടോ. അണ്ടർപാസിന്റെ അപ്രോച്ച് റോഡിന്റെ പണികളാണ് നിങ്ങൾ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ തൃശ്ശൂർ റീച്ചിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഒരുവിധം എല്ലാ വലിയ ടൗണുകളും പൂർണ്ണമായിട്ട് ബൈപ്പാസുകൾ നിർമ്മിച്ചിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് എന്താ ഗുണം വെച്ച് കഴിഞ്ഞാൽ വലിയ വലിയ വാഹനങ്ങളൊന്നും ഈ ടൗണിലേക്ക് കയറേണ്ട ആവശ്യമില്ല. നേരെ ബൈപ്പാസ് മുഖാന്തരം അവരെ പോകും. അത്യാവശ്യമായിട്ട് ഓരോ ടൗണിലേക്ക് കയറേണ്ട വാഹനങ്ങൾ മാത്രമേ ഈ ടൗണിലേക്ക് വരുള്ളൂ. അതുകൊണ്ട് എന്താവും ടൗണുകളിലുള്ള ഗതാഗതക്കുരുക്ക് വളരെയധികം കുറയും ചെയ്യും. ഈ ഭാഗത്തൊക്കെ പൂർണ്ണമായിട്ട് ചെമ്മണ്ണല്ല ഉപയോഗിച്ചിരിക്കുന്നത്. ഡ്രഡ്ജ് ചെയ്ത മണലും കൊണ്ടിട്ടുണ്ട്. കാരണം കറുപ്പ് മണ്ണുണ്ട് നിങ്ങൾ, അതാണ് ഡ്രഡ്ജ് ചെയ്ത് കൊണ്ടുവരുന്ന മണ്ണ് കേട്ടോ. അപ്പൊ ഇവിടം വരെയാണ് വഴിയമ്പലം അണ്ടർപാസിന്റെ അപ്രോച്ചോട് വരുന്നത്. ഇത് കഴിഞ്ഞിട്ട് പിന്നീട് പൂർണ്ണമായിട്ട് 6 വരിപ്പാതയുടെ ഇതിൽ ടാറിങ് കഴിഞ്ഞിരിക്കുന്നു. ഇവിടേക്ക് എന്തായാലും 2 ഭാഗത്തും ഒന്നല്ലെങ്കിൽ എൻട്രി എക്സിറ്റ് ഒക്കെ ഉണ്ടായിരിക്കുന്നതായിരിക്കും. അതൊക്കെ വ്യക്തമായിട്ട് നമുക്ക് ഇനി വരും വീഡിയോയിൽ പറയാൻ സാധിക്കുന്നതാണ്. എന്തായാലും വർക്കുകളൊക്കെ അതിവേഗമാണ് ഈ ഭാഗത്തൊക്കെ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും 2026 അവസാനമാകുമ്പോഴത്തേക്കും പല ബൈപ്പാസുകളും തുറക്കും നമുക്ക് കരുതാം. കാരണം അത്രയും വേഗതയിൽ ഇപ്പൊ പണികൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നമ്മുടെ തൃപ്രയാർ വലപ്പാട് ബൈപ്പാസാണ് ഏകദേശം പണികൾ പൂർത്തീകരിച്ചു കഴിഞ്ഞു. വാടാനപ്പള്ളി ബൈപ്പാസിന്റെ അവസാന ഘട്ടത്തിലാണ്. അതുപോലെ തന്നെ നമ്മുടെ ചാവക്കാട് ബൈപ്പാസ് അവിടെ ഒരു സ്റ്റീൽ കോമ്പോസിറ്റ് ഗേഡർ വന്നിട്ടുണ്ട്. അതിന്റെ അപ്രോച്ച് റോഡിന്റെ പണിയാണ് ഇനി നടക്കാനുള്ളത്. ചന്ദ്രാപിനി ബൈപ്പാസ് നിങ്ങൾ കണ്ടു കഴിഞ്ഞു. ഇത് മൂന്നുപടിക ബൈപ്പാസ് ആണ്. ഇനി അടുത്ത് നമ്മളെ മതിലകം ബൈപ്പാസ് ആണ്. അത് കഴിഞ്ഞിട്ടാണ് പിന്നീട് നമ്മളെ കൊടുങ്ങല്ലൂർ ബൈപ്പാസ് വരുന്നത്. അപ്പൊ ഇവിടെയാണ് കൊപ്രാക്കളം അണ്ടർപാസ് വന്നിരിക്കുന്നുണ്ട്. അണ്ടർപാസിനോട് ചേർന്നിട്ടുള്ള 2 ഭാഗത്തും അപ്രോച്ച് റോഡിന്റെ പണികൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. ടാറിങ്ങിന്റെ വർക്കും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെയൊക്കെ സൈൻ ബോർഡുകളും സ്ഥാപിച്ചു തുടങ്ങിയിട്ടുണ്ട്. 2 ഭാഗത്തുമുള്ള സർവീസ് റോഡിന്റെ പണി കഴിഞ്ഞിരിക്കുന്നു. ഡ്രൈനേജിന്റെ വർക്കും കഴിഞ്ഞിരിക്കുന്നു. ഇനി സ്ട്രീറ്റ് ലൈറ്റിന്റെ പണികൾ ഈ ഭാഗത്ത് ആരംഭിക്കാനുണ്ട്. അതുപോലെ തന്നെ ലൈൻ മാർക്കിംഗ് കഴിയാനുണ്ട്. പിന്നെ പല സ്ഥലത്തും ഇപ്പൊ ദേശീയപാത 66 അപകടങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഓപ്പൺ ചെയ്ത റോഡുകളിലല്ലാതെയും ഓപ്പൺ ചെയ്യാത്ത റോഡുകൾ കൂടെ പലരും കടന്നു പോകുന്നുണ്ട്. രാത്രി കാലങ്ങളിൽ സഞ്ചരിക്കാൻ പ്രത്യേകം ശ്രമിക്കും. കാരണം പല സ്ഥലത്തും നിങ്ങൾ രാവിലെ പോകുമ്പോൾ ഓപ്പൺ ആയ റോഡ് വൈകുന്നേരം ഓപ്പൺ ആയിട്ടുണ്ടാവില്ല. കാരണം അവിടെയൊക്കെ വർക്ക് നടക്കുമ്പോൾ ഡൈവേർഷൻ വെച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിച്ചിടണം യാത്ര ചെയ്യാൻ. ഇനി എനിക്ക് പറയുന്നത് വാഹനം ഓടിക്കുന്ന ആളുകളാണ്. കാരണം നമ്മളൊരു പുതിയ ഡ്രൈവിംഗ് സംസ്കാരത്തിലേക്കാണ് ഇനി കാലെടുത്ത് വെക്കാൻ പോകുന്നത്. പണ്ടൊക്കെ നമ്മൾ 2 വരിപ്പാത 4 വരിപ്പാത മാത്രമേ നമ്മൾ കേരളത്തിൽ കണ്ടിട്ടുള്ളൂ. ഇപ്പോൾ 6 വരിപ്പാതയുടെ നിർമ്മാണമാണ് കേരളത്തിൽ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ബൈക്ക്, ഓട്ടോറിക്ഷ, സൈക്കിള്, ട്രാക്ടർ ഇവയൊന്നും 6 വരിപ്പാതയിലേക്ക് കയറാൻ പാടില്ല. ഇവരൊക്കെ പൂർണ്ണമായിട്ട് സർവീസ് റോഡിൽ കൂടെയാണ് യാത്ര. എന്നാലോ കേരളത്തിൽ ദേശീയപാത 66 പൂർണ്ണമായിട്ട് സർവീസ് റോഡ് കണ്ടിന്യൂസ് ആയിട്ട് എവിടെയില്ല. പല സ്ഥലങ്ങളിലും പാലങ്ങൾ വരുന്ന സമയത്ത് സർവീസ് റോഡിൽ നിന്നും 6 വരിപ്പാതയിൽ കയറേണ്ട അവസ്ഥയാണ്. എന്നിട്ട് പിന്നീട് പാലം കഴിഞ്ഞിട്ട് 6 വരിപ്പാതയിൽ നിന്നും സർവീസ് റോഡിലേക്ക് എക്സിറ്റ് എടുത്ത് സർവീസ് റോഡിൽ കൂടെ യാത്ര തുടരണം. പിന്നെ എത്രയും വേഗം ഫാസ്ടാഗ് എടുക്കുക. ഫാസ്ടാഗ് ഇല്ലാന്നുണ്ടെങ്കിൽ ടോൾ പ്ലാസയിൽ നിങ്ങൾക്ക് ഇരട്ടി ചാർജ് കൊടുക്കേണ്ടി വരും. നിയമങ്ങൾ പാലിച്ച് സുരക്ഷിതമായ യാത്ര ഉറപ്പുവരുത്തുക. വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ പുതിയൊരു പുത്തൻ വീഡിയോ ആയിട്ട് വരുന്നവരെ നിങ്ങളോട് എല്ലാവരോടും ബൈ.